എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിജിത. ഞാനൊരു യോഗ ട്രെയിനറാണ്. ഞാൻ നിങ്ങളോടിപ്പോൾ സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് പുതിയ വർഷം വരാനായിട്ട് പോവുകയല്ല. ഇന്നത്തെ ഒരു ദിവസം 12 മണി കഴിഞ്ഞാൽ നമ്മൾ 2025 വിട പറഞ്ഞ് 2026 പുത്തൻ പ്രതീക്ഷകളുമായിട്ട് നമ്മൾ പോവാണ്. അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ വിഷ് ചെയ്യാറുണ്ട്. നന്മയുടെ ഐശ്വര്യത്തിൻ്റെ പുതിയൊരു വർഷമായിരിക്കട്ടെ, പുതിയൊരു വർഷം എന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പുതിയ വർഷം എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ കഴിഞ്ഞു പോയ വർഷങ്ങളെക്കാട്ടിൽ ഒരുപാട് കഷ്ടതകളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ലൈഫിൽ വരുന്ന പുതിയൊരു വർഷമായിരിക്കാം. നമുക്ക് വേണ്ടിയിട്ട് എന്താണ് കാത്തിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു വർഷം പുത്തൻ പ്രതീക്ഷകളായി പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ പുതിയ നല്ല കാര്യങ്ങൾ സംഭവിക്കാം. ചിലപ്പോൾ അതിലുപരിയായിട്ടുള്ള വിഷമിക്കുന്ന ഘട്ടങ്ങളുണ്ടാകാം. നമ്മുടെ മെൻ്റലി ഫിസിക്കലി തകർന്നു പോകുന്ന സിറ്റുവേഷൻ വരെ വന്നേക്കാം. ആ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്ഥലത്ത് പിടിച്ചു നിൽക്കണം. എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ അതിൽ നിന്ന് കരകയറണമല്ലോ. ഉറപ്പായിട്ടും വരണം. തിരിച്ചു വരാനായിട്ട് നിങ്ങളെ ഉറപ്പായിട്ട് യോഗ സഹായിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എങ്ങനെയാണ് യോഗ സഹായിക്കുന്നത്? യോഗ എന്ന് പറയുന്നത് ഫിസിക്കൽ ഒരു എക്സസൈസ് മാത്രമല്ല, മെൻ്റലി റിലാക്സേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും നല്ല കോൺഫിഡൻറ്റ്, നമ്മുടെ മെൻ്റലി ഒരു പവർ ഉണ്ടാക്കി തരും. യോഗ ചെയ്യുന്നവർക്ക് ആ ഒരു പവർ ഉണ്ടാവും. നമുക്ക് ഏതൊരു സാഹചര്യം വന്നാലും അതിൽ നിന്ന് തകർന്ന് താഴോട്ട് പോവാതെ നമുക്ക് അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് മുകളിലേക്ക് കയറി വരാനുള്ളൊരു എനർജി, നമുക്ക് എന്താണ് ഒരു പവർ നമ്മുടെ മെൻ്റലി ഉണ്ടായി വരും യോഗ ചെയ്യുന്നവർക്ക്. അത് ചെയ്യുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം പുതിയ വർഷത്തിൽ എല്ലാവരും യോഗ ചെയ്യണം എന്നാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പുതിയൊരു വർഷത്തിൽ, അങ്ങനെയുള്ള ആരെങ്കിലും ആണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളിനി താമസിച്ച് പോയിട്ടില്ല, എന്ത് ചെയ്യുക, ഇനിയെങ്കിലും യോഗ ക്ലാസ്സിന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുറത്തൊക്കെ പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും, ഒരുപാട് ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് നമ്മുടെ ഈ ഒരു ചെറിയൊരു ഓൺലൈൻ യോഗ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. തിങ്കൾ മുതൽ ശനി വരെ ഉണ്ടാവും ക്ലാസ്. അതുപോലെ ലൈവ് സെക്ഷനും റെക്കോർഡ് സെക്ഷനും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് യോഗ എന്ന് പറയുന്നത് യോഗ മാത്രമല്ല, നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എക്സസൈസും വർക്കൗട്ട് ചെയ്യിപ്പിക്കുക, ഫേസ് യോഗ ചെയ്യിപ്പിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പ്രാണായാമം ചെയ്യിപ്പിക്കും, മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കും, അങ്ങനെ എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. മാക്സിമം പറ്റുന്ന എല്ലാവരും ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പുതിയ വർഷം പുതിയ തീരുമാനത്തോടെ ആയിരിക്കുക. നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു തീരുമാനം എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യം, എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, എല്ലാവരും മാക്സിമം യോഗ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക, പല രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളും, ഷട്ടിൽ ബാറ്റ് കളിക്കുക, നടക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് മെൻ്റലി, മനസ്സിനാണ് നമുക്ക് റിലാക്സേഷനും കാര്യങ്ങളും കോൺഫിഡൻ്റ് ഒക്കെ വേണ്ടത്. ചിലർക്ക് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, പേടി, ഭയം, എന്തൊക്കെയോ നമ്മളെ ഫോളോ ചെയ്യുന്ന പോലത്തെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ വരുന്നവരുണ്ടാവും. അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെ യോഗ സഹായിക്കുന്നുണ്ട്. നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പുതിയ സ്വപ്നങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ യോഗ നിങ്ങളെ ഒരുപാട് സഹായിക്കും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും മാക്സിമം യോഗ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ ഏറ്റവും വലിയൊരു നല്ലൊരു ചോയ്സ് എന്ന് പറയുന്ന യോഗയാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, യോഗ ട്രെയിനർ ആയതുകൊണ്ട് യോഗയുടെ ഗുണങ്ങൾ പറഞ്ഞ് വലിയ രീതിയിൽ കാണിക്കുന്നത്. അങ്ങനെയല്ല. യോഗ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറമായിട്ടുള്ള ഗുണമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഇടയ്ക്കൊക്കെ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കുക, വലിയ ഡോക്ടേഴ്സൊക്കെ യോഗയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നതൊക്കെ ഉണ്ടാവും. അതിലുപരിയായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ഇതിലെന്തെങ്കിലും കിട്ടുമോ? എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, യോഗ കൊള്ളാം, നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയണമെങ്കിൽ ചെയ്തു നോക്കുക. ഈ ഒരു പുതുവർഷം എന്ത് ചെയ്യുക, ഒരു 6 മാസം നിങ്ങൾ കറക്റ്റായിട്ട് യോഗ ചെയ്ത് നോക്കുക. നിങ്ങളറിയാതെ തന്നെ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഫിസിക്കലി മാത്രമല്ല, മെൻ്റലി നല്ലൊരു റിലാക്സേഷനും കാര്യങ്ങളൊക്കെ യോഗയിലൂടെ കിട്ടാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും യോഗ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, പുതിയൊരു വർഷം സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ നല്ലൊരു വർഷം ആയിരിക്കട്ടെ. ഇനി ചെറിയ കുഞ്ഞു വിഷമങ്ങൾ വരുവാണെങ്കിൽ പോലും അതെല്ലാം യോഗ ചെയ്ത് നമ്മളതെല്ലാം നേരിടും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാം. ഓക്കെ, താങ്ക് യു ആൾ. ബൈ.